വീണ്ടും പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നു. രാജു എബ്രഹാമിനെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ടേം പൂർത്തിയാക്കി KP ഉദയഭാവനി ഒഴിഞ്ഞതോടെയാണ് പുതിയ നേതൃത്വം വന്നിരിക്കുന്നത്. കമ്മിറ്റിയിൽ 6 പേരെ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, രാജു എബ്രഹാം ജില്ലാ സെക്രട്ടറിയാകുന്നു. വേറെയും ചില പേരുകൾ ഉയർന്നിരുന്നു. പക്ഷേ രാജു എബ്രഹാമിലേക്ക് തീരുമാനം എത്തിയത് എങ്ങനെയാണ്? അതോടൊപ്പം 6 പുതുമുഖങ്ങൾ ആരൊക്കെ? സ്മൃതി, പത്തനംതിട്ടയിൽ CPM-ലെ വിഭാഗീയത അത് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടുത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായും തിരുവല്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സെക്രട്ടറി എടുത്തു പറഞ്ഞത്. ആ വിഭാഗീയത ഒരിക്കലും അനുവദിക്കാനാവില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. പ്രധാനപ്പെട്ട അജണ്ട ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിയുടെ പേരും നിർദ്ദേശിക്കുക എന്നുള്ളതായിരുന്നു. ഇതിൽ പ്രധാനമായും ഉയർന്നു വന്ന പേരുകൾ, ആ ചർച്ചയിൽ ഉയർന്നു വന്ന പേരുകൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള TD ബൈജു, ഒപ്പം തന്നെ PB ഹർഷകുമാർ, R സനൽകുമാർ, ഒപ്പം തന്നെ ഓമല്ലൂർ ശങ്കരൻ തുടങ്ങിയ പേരുകൾ അവിടെ പ്രധാനമായും ഉയർന്നു വന്നിരുന്നു. നിലവിലെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിൻ്റെ വിശ്വസ്തനായിരുന്നു TD ബൈജു. സ്വാഭാവികമായും KP ഉദയഭാനുവിന് TD ബൈജുവിനെ പുതിയ ജില്ലാ സെക്രട്ടറി ആക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ തിരുവല്ലയിൽ നിന്നുള്ള അംഗങ്ങൾ ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതായത് TD ബൈജു പാനലിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും തിരുവല്ലയിൽ നിന്നുള്ള R സനൽകുമാർ മത്സരിക്കാനുള്ള ഒരു രംഗം അവിടെ തെളിഞ്ഞു. ഇത് സംസ്ഥാന നേതൃത്വം അറിയുകയും അങ്ങനെ ഒരു സമവായത്തിലൂടെ രാജു എബ്രഹാമിൻ്റെ പേര് അവിടേക്ക് വരികയുമായിരുന്നു ചെയ്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജു എബ്രഹാമിന് സീറ്റ് ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജു എബ്രഹാമിന് സീറ്റ് ലഭിച്ചിരുന്നില്ല. തുടർച്ചയായി 5 വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു നേതാവ് കൂടിയാണ് രാജു എബ്രഹാം. ഈ ഒരു സാഹചര്യത്തിൽ രാജു എബ്രഹാമിനെ പുതിയ ജില്ലാ സെക്രട്ടറി ആക്കണമെന്ന് പാർട്ടി അണികൾക്കിടയിൽ ഒരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഇപ്രാവശ്യം ജില്ലാ സെക്രട്ടറി ആകുമെന്ന് അണികൾക്കിടയിൽ ഒരു പ്രചരണവും ഉണ്ടായിരുന്നു. പക്ഷേ CPIM ജില്ലാ നേതൃത്വം, പ്രത്യേകിച്ച് KP ഉദയഭാനു വിഭാഗം TD ബൈജുവിൻ്റെ പേരിനാണ് മുൻഗണന നൽകിയിരുന്നത്. ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ ഈ അടൂർ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും CPM-ൻ്റെയും ഒപ്പം തന്നെ പോഷക സംഘടനകളായിട്ടുള്ള KSKTU-ൻ്റെയും CITU-ൻ്റെയും ഒക്കെ തലപ്പത്തേക്ക് വരുന്നത് എന്നൊരംഗം അഭിപ്രായം പറഞ്ഞപ്പോൾ അവിടെ വലിയ തർക്കം നടന്നിരുന്നു. അതായത് പ്രതിനിധി സമ്മേളനത്തിൽ തന്നെ നേതാക്കൾ പരസ്പരം വാക്കുതർക്കം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലെത്തി. അതായത് അടൂരിനെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിവാദ പ്രതികരണങ്ങൾ, അതിൽ G സുധാകരനെതിരെ വന്ന വിമർശനം, അതോടൊപ്പം തന്നെ EP-ക്കെതിരെ നടന്ന വിമർശനം, ഇതൊക്കെ തന്നെ ഇന്നലെ പ്രവീൺ റിപ്പോർട്ട് ചെയ്തതാണ്. അതേസമയം നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അവിടുത്തെ ജില്ലാ ഘടകത്തിന്റെ നിലപാട് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് പരസ്യ പ്രതികരണങ്ങൾ ജില്ലാ കമ്മിറ്റി എടുത്തിരുന്നു. പല പരസ്യ പ്രതികരണങ്ങളും പിന്നീട് സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തി വിലക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. അപ്പോൾ PP ദിവ്യ വിഷയം അത് എത്രത്തോളം പുതിയ ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. ഈ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയവർ മാറ്റപ്പെടുകയും അങ്ങനെ നിശബ്ദരായിരുന്നവർ കമ്മിറ്റിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടോ? ആ നിലയ്ക്ക് അതിനെ വിലയിരുത്താമോ പ്രവീൺ? പത്തനംതിട്ട CPM-ൽ നേതൃമാറ്റം ഉണ്ടായിരിക്കുകയാണ്. വിഭാഗീയത അതിരൂക്ഷമായിരുന്ന ഘടകമാണ് അവിടെ ഇപ്പോൾ നേതൃമാറ്റമുണ്ടായിരിക്കുന്നു. നേതൃമാറ്റം സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ്. ഞാൻ നേരത്തെ ചോദിച്ചത് നവീൻ ബാബു വിഷയം അത് വലിയ തോതിൽ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തതാണ്. അവിടെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വിഭിന്നമായുള്ള നിലപാടുകൾ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നതാണ്. ഒടുവിൽ PP ദിവ്യ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തി പരസ്യ പ്രതികരണങ്ങൾ നിർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ പുതിയ കമ്മിറ്റി വരുമ്പോൾ ഈ വിഷയം PP ദിവ്യ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചവർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഈ പുതിയ കമ്മിറ്റിയിൽ പ്രതിഫലിക്കുന്നുണ്ടോ പ്രവീൺ? സ്മൃതി, ഈ നവീൻ ബാബു വിഷയം തന്നെയാണ് പത്തനംതിട്ട CPM-ന്റെ ജില്ലാ നേതൃത്വത്തെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കിയത്. KP ഉദയഭാനുവിൻ്റെ ആദ്യഘട്ടത്തിലുള്ള പ്രസ്താവനകൾ കേരളം മുഴുവൻ കണ്ടതാണ്. അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് KP ഉദയഭാനു ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതേസമയം തന്നെ കോന്നി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മലയാലപ്പുഴ മോഹനും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് എടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിനിധി സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ മലയാലപ്പുഴ മോഹനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. രൂക്ഷമായിട്ടുള്ള പരാമർശം മലയാലപ്പുഴ മോഹനെതിരെ നടത്തി. അതായത് നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ
മലയപ്പുഴ മോഹനെ ആരും ചുമതലപ്പെടുത്തിയിരുന്നില്ല എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞത്. ഒപ്പം തന്നെ CPIM ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.